ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കം ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ, ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ, ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ, ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീദേവി നാരായണീയം ദശകം 4. നമസ്തേ പ്രിയ. ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ജഗദംബയുടെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠന കളരിയിലേക്ക് പ്രവേശിക്കാം. ശ്രീദേവി നാരായണീയം ദശകം 4 മധുകൈടഭവധം. അതാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് 10, 11, 12 ശ്ലോകങ്ങളുടെ പാരായണവും പദച്ഛേദം, അന്വയം, വ്യാഖ്യാനവും നമുക്ക് പഠിക്കാം. ഈ 4-ാമത്തെ ദശകത്തിൽ 12 ശ്ലോകങ്ങളാണ് ആകെയുള്ളത്. നമുക്ക് ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 10 പാരായണം. മഹ്യം വരം യച്ഛതമദ്യ മേ യതോ വദ്ധ്യൗ യുവാം സ്യാതമിതീരിതാവുഭൗ ദൃഷ്ട്വാപ്സുലീനം സകലം സമൂചതോസ്ത്വം സത്യവാങ്നൗ ജഹി നർജ്ജലേ സ്ഥലേ. ശ്ലോകം 11. അസ്ത്വേവമിത്യാദൃതവാങ്മുദാ ഹരിഃ സ്വോരൗ പൃഥാവുന്നമിതേ ജലോപരി കൃത്വാരിണാ തച്ഛിരസി തദാച്ഛിനത് സ്വച്ഛന്ദമൃത്യുതവ മായയാ ഹതൗ. ശ്ലോകം 11 ഒരിക്കൽ കൂടി. അസ്ത്വേവമിത്യാദൃതവാങ്മുദാ ഹരിഃ സ്വോരൗ പൃഥാവുന്നമിതേ ജലോപരി കൃത്വാരിണാ തച്ഛിരസി തദാച്ഛിരത് സ്വച്ഛന്ദമൃത്യുതവ മായയാ ഹതൗ. ശ്ലോകം 12. ദ്വേഷശ്ച രാഗശ്ച സദാ മമാംബികേ ദൈത്യൗ ഹൃദി സ്തോത്ര വിവേകമാധവഃ ആഭ്യാം കരോത്യവരണം ജയത്വയം തുഭ്യം മഹാകാളി നമഃ പ്രസീദ മേ. തുഭ്യം മഹാകാളി നമഃ പ്രസീദ മേ. തുഭ്യം മഹാകാളി നമഃ പ്രസീദ മേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ.
ഇന്നത്തെ ശ്ലോകത്തിൽ 10ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം അന്വയം വ്യാഖ്യാനം നമുക്ക് നോക്കാം. പദച്ഛേദം: മഹ്യം വരം യച്ഛതം അദ്യ മേ യതഃ വധ്യൗ യുവാം സ്യാതം ഇതി ഈരിതൗ ഉഭൗ ദൃഷ്ട്വാ അപ്സു ലീനം സകലം സമൂചതുഃ ത്വം സത്യവാക് നൗ ജഹി നിർജ്ജലേ സ്ഥലേ. അന്വയവും അർത്ഥവും എന്താണെന്ന് നോക്കാം. മഹ്യം വരം, എനിക്ക് വരം, യച്ഛതം നൽകുവിൻ, യതഃ അദ്യ അത്, ആ വരം നിമിത്തമായി ഇന്ന്, യുവാമേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വധ്യൗ സ്യാതം വധ്യന്മാരായി തീരണം. ഇതി ഈരിതൗ ഇപ്രകാരം പറയപ്പെട്ട ഉഭൗ ഇരുവരും, അതായത് ഉഭൗ ഇരുവരും, ഈ രണ്ട് അസുരന്മാരും, അപ്സു സകലം വെള്ളത്തിലെല്ലാം, ലീനം ദൃഷ്ട്വ ലയിച്ചിരിക്കുന്നതായി കണ്ട്, സമൂചതുഹു ഇങ്ങനെ പറഞ്ഞു. ത്വം സത്യവാക് താങ്കൾ മുമ്പ് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട്, നിർജ്ജലേ സ്ഥലേ ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച്, നൗജഹി ഞങ്ങളെ വധിച്ചുകൊള്ളുക. ഈ ശ്ലോകത്തിന്റെ വിവരണം വ്യാഖ്യാനം നമുക്ക് നോക്കാം. കഴിഞ്ഞ 9ാമത്തെ ശ്ലോകത്തില് എന്താണ് പറഞ്ഞത്? അസുരന്മാര് വിഷ്ണുവിനോട് പറഞ്ഞുവല്ലോ, ഞങ്ങൾ യാചകന്മാരൊന്നുമല്ല, താങ്കൾക്ക് വേണ്ടത് ഞങ്ങൾ തരാം എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോ വിഷ്ണു പ്രതികരിച്ചുകൊണ്ട് പറയുകയാണ്, ശരി, എനിക്ക് വരം നൽകൂ, എനിക്ക് വേണ്ട വരം ഇതാണ്, നിങ്ങളെ എനിക്ക് വധിക്കാൻ കഴിയണം, അത് അനുവദിച്ചു കൊണ്ടുള്ള വരം എനിക്ക് നൽകണം. ഇത് കേട്ട അസുരന്മാര് പറഞ്ഞു, താങ്കൾക്ക് വേണ്ടത് ഞങ്ങൾ തരാമെന്ന് അസുരന്മാരുടെ വാക്ക് കേട്ട് വിഷ്ണു പ്രതികരിക്കുകയാണല്ലോ ചെയ്തത്, അല്ലേ? അപ്പോ പക്ഷേ എവിടെ വേണമെന്നാ പറഞ്ഞത്? അപ്സു സകലം, എല്ലായിടത്തും വെള്ളമാണ്, ചുറ്റും വെള്ളമാണ്. അതൊക്കെ നിറഞ്ഞു കണ്ടപ്പോ പറഞ്ഞു, മഹാവിഷ്ണു പറയാണ്, അസുരന്മാര് പറഞ്ഞു ഞങ്ങൾ യാചകന്മാരൊന്നുമല്ല, താങ്കൾക്ക് വേണ്ട വരം ഞങ്ങൾ തരാം എന്ന്, അല്ലേ? അഹങ്കാരികളായ ആ അസുരന്മാര് അപ്രകാരമാണ് മഹാവിഷ്ണുവിനോട് പറയണത്. അപ്പൊ പറഞ്ഞു, ആ വാക്കുകൾ കേട്ടിട്ട് വിഷ്ണു പ്രതികരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ശരി, എനിക്ക് വരം നൽകൂ, എനിക്ക് വേണ്ട വരം ഇതാണ്. എന്താണ്? നിങ്ങളെ എനിക്ക് വധിക്കാൻ കഴിയണം, അത് അനുവദിച്ചു കൊണ്ടുള്ള വരം എനിക്ക് വേണം, എനിക്ക് നിങ്ങളെ വധിക്കാൻ കഴിയണം, അത് അനുവദിച്ചു കൊണ്ടുള്ള വരം എനിക്ക് നിങ്ങൾ തരണം. ഇനി ഇത് കേട്ടപ്പോ അസുരന്മാർക്ക് എന്താ തോന്നിയത്? അവർക്കൊരു ചെറിയൊരു തോന്നലുണ്ടായി. എന്താ ഉണ്ടായി? അവർ വഞ്ചിതരായോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. അവർക്ക് വഞ്ചിതരായി എന്ന് തോന്നി. അവര് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എല്ലായിടത്തും വെള്ളമാണല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങനെ നിറഞ്ഞു കണ്ട വെള്ളം കണ്ടപ്പോൾ അവർ പറഞ്ഞു, എന്നാ വിഷ്ണുവിനോട് പറയണേ, എന്നാ ഒരു കാര്യം ചെയ്തോളൂ, നിർജ്ജലീ സ്ഥലേ ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് അങ്ങ് ഞങ്ങളെ വധിച്ചോളൂ, വേണ്ടത് തരാമെന്ന് അസുരന്മാർ പറഞ്ഞു. അപ്പോഴാ വരം വേണമെന്ന് ഹരി അങ്ങോട്ട് പറഞ്ഞത്, അല്ലേ? ഭഗവാൻ എന്താ പറഞ്ഞത്? നിങ്ങളെ വധിക്കാൻ എനിക്ക് പറ്റണം. അസുരന്മാർ നോക്കിയപ്പോൾ തങ്ങൾ വഞ്ചിതരായോ എന്ന് അവർക്ക് തോന്നി, അവർക്ക് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഇവിടെയാണെങ്കിൽ ഒരു സുന്ദരീത നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോ ഭീരുത്വം കാണിക്കുന്നതോ വാക്ക് മാറുന്നതോ മാന്യതയ്ക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ആ അസുരന്മാര് ബുദ്ധിപൂർവം
പ്രതികരിച്ചു. പറയണ്, ഹേ വിഷ്ണു, താങ്കൾ വാക്ക് പാലിക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന വരം താങ്കൾ തരണം. സ്വന്തം വാക്ക് താങ്കൾ പാലിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ വാക്ക് പാലിക്കും. അല്ലേ? അപ്പൊ അസുരന്മാർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹേ വിഷ്ണു, താങ്കളുടെ വാക്ക് പാലിക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന വരം താങ്കൾ തരണം. ഏക സമുദ്രമാണ്, നോക്കുന്നിടത്തൊക്കെ വെള്ളമാണ്. അപ്പോ ഈ വെള്ളത്തിൽ വെച്ച് കൊല്ലാതിരിക്കുക. വെള്ളത്തിൽ നമ്മളെ കൊല്ലാൻ മഹാവിഷ്ണുവിന് സാധിക്കില്ല. വെള്ളം സർവത്ര വെള്ളമാണ് എന്ന് വിചാരിച്ച് ഇനി വാക്കുമാറുക എന്ന് വിചാരിച്ചാലോ, അത് വളരെ മോശമായിപ്പോഴും. എന്താ മോശമാവാൻ കാരണം? അവിടെ അടുത്തൊരു സുന്ദരി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഭീരുത്വം കാണിക്കുന്നത്, വാക്കുമാറുന്നതോ ഒന്നും മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് അസുരന്മാർക്ക് തോന്നി. അതാണ്. അതുകൊണ്ടാണ് ആ അസുരന്മാർ പറഞ്ഞത്, ഒരു കാര്യം ചെയ്തോളൂ, ഞങ്ങൾ ആവശ്യപ്പെടുന്ന വരം താങ്കളും തരണം. താങ്കൾ തങ്ങളുടെ വാക്ക് പാലിക്കുമെന്ന് കരുതുന്നു. ഞങ്ങളും ഞങ്ങളുടെ വാക്ക് പാലിക്കാം. താങ്കൾക്ക് ഞങ്ങളെ വധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് വ്യവസ്ഥ? ഞങ്ങളെ ജലത്തിൽ വെച്ച് വധിക്കരുത്, സ്ഥലത്ത് വെച്ച് കൊല്ലാം. അതായത് കരയിൽ വെച്ചേ ഞങ്ങളെ കൊല്ലാൻ പാടുള്ളൂ. ഈ കടലിൽ വെച്ച് ഞങ്ങളെ വധിക്കാൻ പാടില്ല എന്നാണ് ആ അസുരന്മാര്, അഹങ്കാരികളായ അസുരന്മാര് മഹാവിഷ്ണുവിനോട് ഈ 10ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിനോട് ഈ അസുരന്മാര് പറയുന്നത് ഇതാണ്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഇനി 11ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. പദച്ഛേദം: ഏവം അസ്തു ഇതി ആധൃതവാക് മുദാ ഹരിഹി സ്വരൗ പൃഥൗ ഉന്നമിതേ. ശ്ലോകത്തിൽ സ്വരൗ പൃഥാ ഉന്നമിതേ ജലോപരി കൃത്വാ അരിണ തച്ഛിരസി തഥാ അച്ഛിനത് സ്വച്ഛന്ദമൃത്യു തവ മായയാ ഹതൗ. അന്വയാർത്ഥം നമുക്ക് നോക്കാം. ഏവം അസ്തു, ഇങ്ങനെ ആവട്ടെ. ഇതി തഥ, എന്നിപ്രകാരം, ആ നേരത്ത്. ആധൃതവാക്, അസുരവാക്കിനെ ആദരിച്ചു. ഹരിഹി മുദ, വിഷ്ണു സന്തോഷത്തോടെ. ജലോപരി, ജലത്തിൻ്റെ മീതെ. ഉന്നമിതേ, ഇവിടെ സ്വരൗ പൃഥാ ഉന്നമിതേ, ഉന്നമിതേ ഉയർത്തിപ്പിടിച്ച. പൃഥൗ സ്വരൗ, തടിച്ച സ്വന്തം തുടയിൽ. തച്ഛിരസീ കൃത്വ, തച്ഛിരസീ കൃത്വ, അവരുടെ ആ തലകൾ വെച്ച്. അരിണ, ചക്രം കൊണ്ട്. അച്ഛിനത്ത്, വെട്ടിമുറിച്ചു. ആ അസുരന്മാരുടെ തലകള് ചക്രം കൊണ്ട് വെട്ടിമറിച്ചു. സ്വച്ഛന്ത മൃത്യു, സ്വച്ഛന്ത മൃത്യുക്കളായ അവർ. തവമായയ, ആരുടെ മായയാൽ? ഭഗവതിയുടെ മായയാൽ. ഹതവും, ഹനിക്കപ്പെട്ടു. ആ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് മഹാവിഷ്ണുവിന് ഈ അസുരന്മാരെ വധിക്കുവാനും സാധിച്ചു. അപ്പോൾ ഈ 11ാമത്തെ ശ്ലോകത്തിന്റെ വിവരണം എന്താണെന്ന് വെച്ചാൽ, അസുരന്മാരുടെ മഹാവിഷ്ണു ആ അസുരന്മാരുടെ വാക്കിനെ ആദരിച്ചു. ആ അസുരന്മാരെ വധിക്കുവാനുള്ള അനുവാദം അവരിൽ നിന്ന് തന്നെ കിട്ടി മഹാവിഷ്ണുവിന്. മഹാവിഷ്ണു അത്യധികം സന്തോഷത്തോടെ എന്താ ചെയ്തത്? തൻ്റെ തടിച്ച തുട ജലത്തിന് മീതെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ടോ മധു എന്ന അസുരന്റെ തല തൻ്റെ തുടയിൽ വെച്ച് ചക്രായുധം കൊണ്ട് ആ അസുരന്റെ കഴുത്ത് വെട്ടിമുറിച്ചു. അതേ മട്ടിൽ തന്നെ കൈടഭനെയും വധിച്ചു. ഭഗവാൻ ഇതൊക്കെ ചിരിച്ചുകൊണ്ട്, ആ അസുരന്മാരുടെ വാക്കുകളൊക്കെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവർ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ
യാചകന്മാരല്ല, ഞങ്ങൾ തരാൻ വരമെന്ന്, അല്ലേ? ആ മഹാവിഷ്ണു ആ അസുരന്മാരുടെ വാക്കിനെ ചിരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ശത്രുക്കളുടെ കഴുത്ത് വെട്ടിമുറിച്ചു ശ്രീഹരി. സ്വച്ഛന്ത മൃത്യുക്കളായ അവർക്ക് ഭഗവതി അവിടുത്തെ ആ മായയിൽ അവർക്ക് ഇതാ മരണത്തെ സംഭവിപ്പിച്ചു, മരണം കൊടുത്തു അവർക്ക്. അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി മഹാവിഷ്ണു ആ രണ്ട് അസുരന്മാരെയും വധിച്ചു, അല്ലെങ്കിൽ അവരുടെ ആ ചക്രം കൊണ്ട് രണ്ടുപേരുടെയും കഴുത്ത് വെട്ടിമുറിച്ചു, അല്ലേ? അവിടുന്ന് തന്നെയാണ് അവർക്ക്, ഭഗവതി തന്നെയാണ് അവർക്ക് വരം കൊടുത്തത്. ഇപ്പോ അവർ ഗർഭിഷ്ഠന്മാരായി. അപ്പോൾ ആ അമ്മ തന്നെ, ആ ഭഗവതി തന്നെ അവരെ നിഗ്രഹിക്കാനുള്ള മാർഗവും ഒരുക്കി എന്നാണ് പറയണത്. ഭഗവാന്റെ തടിച്ച തുട ഭഗവാൻ ജലത്തിന് മീതെ ഉയർത്തിപ്പിടിച്ച് മധുവിൻ്റെ തല തൻ്റെ തുടയിൽ വെച്ച് ചക്രായുധം കൊണ്ട് തലവെട്ടി പറിച്ചു. എന്നിട്ടോ അതേപോലെ തന്നെ കൈടഭനെയും വധിച്ചു. ആരുടെ അനുഗ്രഹം കൊണ്ടാണ് അസുരന്മാർ സ്വച്ഛന്ത മൃത്യുക്കളായോ അതേ ദേവിയുടെ മായാൽ തന്നെ അവർ മോഹിതന്മാരായി, അല്ലേ? അവർ ആ ഭഗവതിയിൽ മോഹിതന്മാരായി. നൽകുന്ന വരങ്ങൾ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, അപ്പോഴാണ് അനുഗ്രഹം സഫലമാവുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവും. ദേവിയുടെ അനുഗ്രഹത്താൽ പലതും ലഭിക്കാം. ലഭിച്ചത് ഓരോന്നും പരന്റെ അഭ്യുദയത്തിനും സ്വന്തം നിശ്രേയസത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പോഴാണ് അനുഗ്രഹം സഫലമാവുക. ഈ മധുകൈടഭന്മാരാകട്ടെ സ്വച്ഛന്ത മൃത്യുത്വം എന്ന വരം ഭഗവതിയിൽ നിന്ന് സമ്പാദിച്ച് അഹങ്കാരികളായി തീർന്നു. അപ്പോ മായാമയനായിരിക്കുന്ന ഭഗവതിയിൽ നിന്ന് ലഭിച്ച വരം മായ തന്നെയാണല്ലേ ഭഗവാൻ, മായാമയനാണ്, അല്ലേ? ആ ഭഗവാൻ തന്നെ അവരെ നിഗ്രഹിച്ചു. അതുകൊണ്ടാണല്ലോ അവർ ബ്രഹ്മാവിനെ ആക്രമിക്കാനായി ചെന്നത്. അതായത് അവർ അഹങ്കാരികളായി തീർന്നത് കൊണ്ടാണ് ബ്രഹ്മാവിനെ അഹങ്കരിക്കാനായി ചെന്നത്. സ്വച്ഛന്ത മൃത്യുത്വം എന്ന വരം ഭഗവതിയിൽ നിന്ന് സമ്പാദിച്ച അഹങ്കാരികളായി തീർന്ന് അവർ ബ്രഹ്മാവിനെ ആക്രമിക്കാനായി ചെന്നു. അവരുടെ അഹങ്കാരം തന്നെ അവരെ നശിപ്പിച്ചു. ദേവി ഭാഗവതത്തിലെ 1-ാം സ്കന്ധം, അതായത് പ്രഥമ സ്കന്ധത്തിൽ 6 മുതൽ 9 വരെയുള്ള 4 അധ്യായങ്ങളിൽ ഇതിലുള്ള മഹാകാളി അവതാരം മധുകൈടഭവധം ഇതാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദശകത്തിൽ പാലേലി ശ്രീനാരായണ നമ്പൂതിരിയും ഇത് തന്നെയാണ് വർണ്ണിച്ചിട്ടുള്ളത് എന്ന് ഈ 11-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 12 പദച്ഛേദം അന്വയം വ്യാഖ്യാനം. പദച്ഛേദം: ദ്വേഷഃ ച രാഗഃ ച സദാ മമ അംബികേ ദൈത്യൗ ഹൃദി സ്തഃ അത്ര വിവേകമാധവഃ ആഭ്യാം കരോതി ഏവ രണം ജയതു അയം തുഭ്യം മഹാകാളി നമഃ പ്രസീദ മേ. അന്വയാർത്ഥം: ഹേ അംബികേ, അതാണ് മമ അംബികേ, അമ്മേ ദേവി, ദൈത്യൗ അസുരന്മാരായ, ദ്വേഷഃ ച രാഗഃ ച ദ്വേഷവും രാഗവും, മമ ഹൃദി എൻ്റെ ഹൃദയത്തിൽ, സ്തഃ വർത്തിക്കുന്നു. അത്ര ഇവിടെ, അതായത് ഈ ഹൃദയത്തിൽ, വിവേകമാധവഃ വിവേകമാകുന്ന വിഷ്ണു, ആഭ്യാം ഈ രാഗദ്വേഷാസുരന്മാരോട്, രണം കരോതി ഏവ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രാഗദ്വേഷ അസുരന്മാരെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന രാഗദ്വേഷാദികളായിട്ടാണ്, അല്ലേ? അപ്പോൾ ആ രാഗദ്വേഷാസുരന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആര്? വിവേകമാകുന്ന വിഷ്ണു. അയം ജയതു, ഈ വിവേക വിഷ്ണു ഇദ്ദേഹം ജയിക്കുമാറാകട്ടെ, ജയിക്കട്ടെ, ജയിക്കട്ടെ. ഹേ മഹാകാളി,
തുഭ്യം നമഃ, അവിടത്തേക്ക് നമസ്കാരം. മേ പ്രസീദ, എന്നിൽ പ്രസാദിച്ചാലും. ഈ ശ്ലോകത്തിന്റെ വിവരണം കഴിഞ്ഞ 11-ാം ശ്ലോകത്തോടെ മധുകൈട ഭഗത അവസാനിക്കുകയാണ്. ഈ കഥ ഉള്ളിൽ വെച്ചുകൊണ്ട് ഗ്രന്ഥകാരൻ മഹാകാളിയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. കാലേലി ശ്രീനാരായണ നമ്പൂരി മഹാകാളിയുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. അവസാനം ഭഗവതിയോട് ഒരു പ്രാർത്ഥനയോടുകൂടി പ്രസാദിക്കണേ അമ്മേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ മഹാകാളിയുടെ മുമ്പിൽ പാലേലി ശ്രീനാരായണ നമ്പൂരി നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശ്ലോകത്തില്, ഈ 12-ാമത്തെ ശ്ലോകത്തിൽ എന്താണ്? ആരാണ് ഈ മധുകൈടഭന്മാര്? മനുഷ്യ ഹൃദയത്തിലുള്ള രാഗദ്വേഷങ്ങള്. വിവേകമാവുന്ന വിഷ്ണു ഹൃദയത്തിൽ ഉണർന്നെഴുന്നേൽക്കണം. ആ വിഷ്ണുവിനെ ഈ അസുരന്മാരെ കൊല്ലാൻ പറ്റൂ. ബുദ്ധിയിൽ വിദ്യാസ്വരൂപിണിയായ ദേവി പ്രസന്നയായിട്ട് വർദ്ധിക്കുകയും വേണം. ബുദ്ധി തെളിയണം, വിവേകം ഉണരണം. അപ്പോൾ രാഗദ്വേഷങ്ങളൊക്കെ നശിക്കും എന്ന് അർത്ഥം. ദേവിയുടെ സുപ്രധാനമായ അവതാരങ്ങളിലൊന്നാണ് മഹാകാളി അവതാരം. അതായത് പാലേലി ശ്രീനാരായണ നമ്പൂരി ഹേ അംബികേ, ആ അമ്മയെ വിളിച്ചുകൊണ്ട് പറയണ്, ഈ അസുരന്മാര് ദ്വേഷഹാച രാഗഹാച, ദേശവും രാഗവുമാണ്. എൻ്റെ ഹൃദയത്തിലുള്ള 2 അസുരന്മാര്. ആ ഹൃദയത്തിൽ എന്താ വേണ്ടത്? വിവേകമാധവ, വിവേകമാകുന്ന മഹാവിഷ്ണു ഉണരണം. ഈ രാഗദ്വേഷ അസുരന്മാരോട് യുദ്ധം ചെയ്ത് ജയം നേടണം. ജയം നേടി മഹാവിഷ്ണു, മഹാവിഷ്ണുവിന് മാത്രമേ ഈ അസുരന്മാരെ കൊല്ലാൻ പറ്റൂ. അതായത് ഈ രാഗദ്വേഷ അസുരന്മാരെ കൊല്ലണമെങ്കിൽ വിവേകബുദ്ധിയായിട്ടുള്ള വിവേകമാവുന്ന മഹാവിഷ്ണുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിവേകവിഷ്ണു ജയിക്കാൻ അമ്മയുടെ അനുഗ്രഹം വേണം. ഏതിനും അമ്മയുടെ അനുഗ്രഹം വേണ്ടേ? ഇവിടെയും മഹാവിഷ്ണുവിനെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ആ ജഗദീശ്വരി. വിവേകമാവുന്ന വിഷ്ണുവിന്റെ ഹൃദയത്തിൽ ഉണർന്നെഴുന്നേൽക്കണം. വിദ്യാസ്വരൂപിണിയായ ദേവി ബുദ്ധിയിൽ പ്രസന്നയായി വർത്തിക്കുകയും വേണം. അതായത് ബുദ്ധി തെളിഞ്ഞു വരണം, വിവേകം ഉണരണം. അപ്പോഴാണ് രാഗദ്വേഷങ്ങൾ നശിക്കുന്നത് എന്ന് അർത്ഥം. മഹാദേവിയുടെ സുപ്രധാനമായ അവതാരങ്ങളിൽ ഒന്നാണ് മഹാകാളി അവതാരം. ആ മഹാകാളി അവതാരം പാടിക്കൊണ്ട് 4-ാമത്തെ ദശകം ഇവിടെ സമർപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആ അമ്മയുടെ പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ ഭക്തിപൂർവം സമർപ്പിക്കാം. അമ്മേ, നിന്നുടെ മുന്നിലായി അടിയനും ചേർക്കട്ടെ ഈ വാക്കുകൾ ചെമ്മേ, നീ കനിയേണമെന്നുമിവനിൽ കാരുണ്യരൂപേ ശിവേ. എല്ലാ തെറ്റുകളും പൊറുത്തു വരദേ, എന്നാവിലായി നിത്യവും സാമോദം വിലസേണമെൻ ഭഗവതി ശ്രീദേവി നാരായണി. എല്ലാ തെറ്റുകളും പൊറുത്തു വരദേ, എന്നാവിലായി നിത്യവും സാമോദം വിലസേണമെൻ ഭഗവതി ശ്രീദേവി നാരായണി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീദേവി നാരായണീയം ദശകം 4 മധുകൈടഭവധം. ഈ ദശകം ആ അമ്മയുടെ തൃപ്പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും ഏറ്റവും
ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഉന്നത്തിൽ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഗുരു പാതാരവിന്ദങ്ങളിലും ഈ ദശകം വളരെയധികം ഭക്തിപൂർവം വിനയപൂർവം സമർപ്പിച്ചുകൊണ്ട് ഇതിവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ